ഹജ്ജ് ചെയ്ത വ്യക്തിയെ കാണുന്ന സമയത്ത് എന്താണ് നാം ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഇദാ ലഖീതൽ ഹജ്ജ്, ഒരു ഹാജിയെ നീ കണ്ടുമുട്ടുകയാണെങ്കിൽ, അല്ലെ, ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിചയത്തിലോ നമ്മുടെ നാട്ടിലോ അയൽപക്കത്തൊക്കെ ചിലപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ടാവും. അവരെ നമ്മൾ കാണുന്ന സമയത്ത് എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഇദാ ലഖീതൽ ഹജ്ജ്, നീ ഹാജിയെ കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, ആ ഹാജിയോട് നീ സലാം പറയണം, നീ സലാം പറയണം. വസ്വഫഹു, ആ ഹാജിയുടെ കൈ പിടിച്ച് നീ മുസാഫഹത്ത് ചെയ്യണം, മുസാഫഹത്ത് ചെയ്യണം. മുത്തായത്തങ്ങൾ വീണ്ടും പറയുന്നു, വമുർഹു, ആ ഹാജിയോട് നീ കൽപ്പിക്കണം, അയ്യസ്തഗ്ഫിറ ലക, നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, നിനക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടി ആ ഹാജിയോട് നീ കൽപ്പിക്കണം. ഖബ്ല അൻ യദ്ഖുല ബൈതഹ്, ആ ഹാജി തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തന്നെ നീ കണ്ടുമുട്ടിയാൽ നിന്റെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. ഫഇന്നഹു മഗ്ഫൂറുല്ലഹ്, കാരണം ആ ഹാജി കടന്നു വരുന്നത് സകലമാന പാപങ്ങളെയും പൊറുപ്പിക്കപ്പെട്ട രൂപത്തിലാണ്, എല്ലാ ദോഷങ്ങളെയും പൊറുക്കപ്പെട്ട രൂപത്തിലാണല്ലോ ആ ഹാജി കടന്നു വരുന്നത്. അതുകൊണ്ട് ആ മനുഷ്യന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. സലാം പറയണം, കൈ പിടിക്കണം, മുസാഫഹത്ത് ചെയ്യണം, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. മാത്രമല്ല പിന്നീട് നമ്മൾ പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, തന്റെ സമീപത്തേക്ക് ഹജ്ജ് കഴിഞ്ഞ് വന്നൊരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ മുത്തുനബി തങ്ങൾ പറയുന്നു, ഫലമ്മാ റജഅ സല്ലമ അലൻ നബി, ആ കുട്ടി നബി തങ്ങളോട് സലാം പറഞ്ഞു. ഫറഫഅ റഅസഹു ഇലൈഹി, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ആ കുട്ടിയുടെ തല ഉയർത്തി. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, യാ ഗുലാം, ഓ ഹജ്ജ് ചെയ്തു വന്ന മോനെ, ഖബിലല്ലാഹു ഹജ്ജക വകഫറ ദംബക വഅഖ്ലഫ നഫഖതക. ഈ ദിക്ർ പ്രത്യേകം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പറയണം. എന്താണ് പറയുന്നത്? ഖബിലല്ലാഹു ഹജ്ജക, നിങ്ങളെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. വകഫറ ദംബക, നിന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരട്ടെ. വഅഖ്ലഫ നഫഖതക, നീ ഹജ്ജിന് വേണ്ടി ചെലവഴിച്ച പണമുണ്ടല്ലോ അത് അല്ലാഹു പകരമാക്കി വെക്കട്ടെ, നാളേക്കുള്ളൊരു മുതലാക്കി അല്ലാഹു മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞ ആ ഹാജിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണമെന്ന് ഹബീബായ നബി തങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹാജിമാരെ കാണുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുക, ദുആ